അല്പം മുമ്പ് നടന്ന സംഭവം ഇങ്ങനെയാണ്. കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SFIക്ക് മൃഗീയ ആധിപത്യമുണ്ട്. പക്ഷേ കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് ഈ ഒരു നെക്ക് ആയിട്ടുള്ളൊരു മത്സരം നടക്കുന്നത്. അതിൽ കാസർഗോഡ് KSU MSF സഖ്യത്തിന് UUCകളുടെ എണ്ണം കൂടുതലുണ്ട് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിൽ അല്പം മുമ്പ് നടന്ന സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ കാസർഗോഡ് നിന്നുമുള്ള MSFന്റെ UUC ആയി വന്ന ഒരു വ്യക്തി അവർ മത്സരിക്കാൻ ഈ വോട്ടെടുപ്പിനായി ക്യൂ നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവരുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു, പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ SFIയുടെ കണ്ണൂർ സർവകലാശാല യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി മത്സരിക്കുന്ന അതിഷ കാസർഗോഡ് നിന്നുള്ള നേതാവാണ്. ആ പെൺകുട്ടി ഓടി വന്ന് ഈ MSFകാരിയുടെ കയ്യിലുണ്ടായിരുന്ന ഐഡന്റിറ്റി കാർഡും പേപ്പറും തട്ടിപ്പറിച്ച് ഓടുകയാണ് ഉണ്ടായത്. അങ്ങനെ തട്ടിപ്പറിച്ച് ഓടി അത് പോലീസുകാർ കണ്ടു. പോലീസുകാർ പിന്നാലെ ഓടി. അങ്ങനെ ഈ പെൺകുട്ടി നിലത്ത് വീണു. പോലീസുകാർ വട്ടം പിടിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി ഈ പേപ്പർ മറ്റൊരു SFI പ്രവർത്തകന് കൈമാറി. ആ പേപ്പറുമായി ആ SFI പ്രവർത്തകൻ പുറത്തേക്ക് ഓടി. പുറത്തൊരു കാർ ഉണ്ടായിരുന്നു. ആ കാറിൽ ഉണ്ടായിരുന്നവർക്ക് ഈ പേപ്പർ നൽകി, പേപ്പർ പാസ്ബുക്ക് നൽകി. അവർ അതുമായി വളരെ വേഗം ഓടിപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഈ SFIയുടെ നേതാവാണവർ. ജോയിന്റ് സെക്രട്ടറി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഈ അതിഷയെ ഈ പോലീസുകാർ, വനിതാ പോലീസുകാർ തടഞ്ഞു വെച്ച് പിടിച്ചു വെച്ചു. അപ്പോഴാണ് കൂടുതൽ SFI പ്രവർത്തകർ അവിടെ എത്തുകയും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ അകാരണമായി പിടിച്ചു വെച്ചു എന്ന് ആരോപിച്ചു. ഈ SFIയുടെ കണ്ണൂർ സർവകലാശാല യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി മത്സരിക്കുന്ന അതിഷയ്ക്ക് അവർ കാസർഗോഡ് നിന്നുള്ള നേതാവാണ്. ആ പെൺകുട്ടി ഓടി വന്ന് ഈ MSFകാരിയുടെ കയ്യിലുണ്ടായിരുന്ന ഐഡന്റിറ്റി കാർഡും പേപ്പറും തട്ടിപ്പറിച്ച് ഓടുകയാണ് ഉണ്ടായത്. അങ്ങനെ തട്ടിപ്പറിച്ച് ഓടി അത് പോലീസുകാർ കണ്ടു. പോലീസുകാർ പിന്നാലെ ഓടി. അങ്ങനെ ഈ പെൺകുട്ടി നിലത്ത് വീണു. പോലീസുകാർ വട്ടം പിടിച്ചു. അപ്പോൾ